എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോഴേ ഞാനിതാ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി മഴക്കാലമാണ്, എല്ലാവരും കുറച്ച് മണ്ണൊക്കെ ഇളക്കി അതിൽ കുറച്ച് വിത്തൊക്കെ നടണം കേട്ടോ. വിത്ത് നട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെന്താ വളം ഇടുക എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട. നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്കിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വെയിലരയ്ക്കുമ്പോൾ മാത്രം നമുക്ക് രാവിലെ വൈകിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് പൊടിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ നല്ല പച്ചിലകളൊക്കെ അതിൻ്റെ മുരട്ടിട്ട് കൊടുക്കണം കേട്ടോ വെയിലാണെങ്കിൽ. അപ്പം നമുക്ക് നല്ല രാസവളമൊന്നും ഇല്ലാത്ത നല്ല ജൈവവളം ഇട്ടിട്ടുള്ള പച്ചക്കറി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ വഴുതനങ്ങ വേഗം ഉണ്ടാവും, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി, വളം വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു വഴുതനങ്ങ തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വഴുതനങ്ങ കിട്ടും. പിന്നെ വഴുതനങ്ങ ഉപ്പേരി കഴിക്കൂല എന്നാണ് അമ്മമാർക്കൊരു പരാതിയില്ലേ, കുട്ടികൾ വഴുതനങ്ങ ഉപ്പേരി കഴിക്കൂല, അവർക്ക് വഴുതനങ്ങ ഉപ്പേരി ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും കേട്ടോ. പഴംപൊരി ഒഴിക്കും പോലെ നല്ല കീറി കനം കുറച്ച് കീറിയിട്ട് നമ്മൾ ചട്ടിയിലിട്ട് മെഴുക്ക് പുരട്ടിയായിട്ട് പൊരിച്ച് കൊടുത്താലും അവർ കഴിക്കും കേട്ടോ. ഉപ്പേരി വെച്ചാൽ മാത്രമാണ് അവർ കഴിക്കാത്തത്. അപ്പോൾ നമുക്ക് തക്കാളി, വഴുതനങ്ങ, ചെരങ്ങ, പീച്ചിക്ക അതുപോലെ കുറേ പച്ചക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ പച്ചക്കറി വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം പൊരിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.